Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് പോക്കോന്റെ ഏറ്റവും പുതിയ അഫോർഡബിൾ കാറ്റഗറിയിലെ ഡിവൈസ് ആണ് പോക്കോ M5. അപ്പോൾ നമുക്ക് പോക്കോ ഒരു ബോക്സ് അയച്ചു തന്നിരിക്കുകയാണെന്നുണ്ടല്ലേ, നല്ലൊരു ലെതർ ഫിനിഷുള്ള ഒരു ബോക്സ് ആണ് അയച്ചു തന്നിരിക്കുന്നത്. ഇതിനകത്താണ് പോക്കോ M5 ഉള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മീഡിയ ഇൻവൈറ്റ് ആണ്, ഇത് റീറ്റെയിൽ ബോക്സ് അല്ല. അപ്പോൾ ഇതിലാണ് നമുക്ക് പോക്കോ M5 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പോക്കോന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് പോക്കോ M5. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 6 നാനോമീറ്റർ ഹീലിയോ G99 പ്രോസസ്സറാണ് വരുന്നത്. ഹീലിയോ G99 നമുക്കറിയാം ഈ മാസം അനൗൺസ് ചെയ്ത, ഇൻഫാക്ട് ഓഗസ്റ്റിൽ അനൗൺസ് ചെയ്ത ഒരു പുതിയ ചിപ്പാണ്. 6 നാനോമീറ്റർ ചിപ്പാണ്, നല്ലൊരു പവർഫുൾ ചിപ്പും കൂടിയാണ്, മിഡ് റേഞ്ച് ഡിവൈസസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ പോക്കോ M5ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീഡിയ ബോക്സ്. പോക്കോ എഴുതി കാണാം. അപ്പോൾ നമുക്കിത് തുറക്കാം. തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് പോക്കോ M5 ബിൽഡ് ടു ഔട്ട് പെർഫോം, അതായത് പെർഫോമൻസിന് മുൻഗണന കൊടുത്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ എഴുതി കാണാം. ഹീലിയോ G99 പ്രോസസ്സറാണ്. അതേപോലെ 90 Hz 6.58 ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 240 Hz ടച്ച് റെസ്പോൺസ് ആണ് വരുന്നത്. ബിൽഡ് ടു ഔട്ട് പെർഫോം എന്നാണ് അവരുടെ #. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് കിട്ടുന്നത് പോക്കോ M5 ആണ്. അപ്പോൾ ഇത്രേ ബോക്സിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ബാക്കി പോക്കോ M5നെ കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്, ആക്ച്വൽ റീറ്റെയിൽ ബോക്സ് പാക്കേജ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഇത് ചെയ്യണം. 50 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറയാണ്, മാക്രോ സെൻസറുണ്ട്, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറുണ്ട്, അൾട്രാ വൈഡ് ഇല്ല, IP52 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 സപ്പോർട്ട് ഉണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അപ് ടു 6 GB ഓഫ് റാം ആണ് വരുന്നത്. 2 GB എക്സ്റ്റെൻഡബിൾ റാമും ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് 2+1 സ്ലോട്ടാണ് വരുന്നത്. യൂണിവേഴ്സൽ റിമോട്ട് കൺട്രോൾ ഉണ്ട്, IR റിമോട്ട് കൺട്രോൾ. പിന്നെ UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടാണ്. LPDDR4X റാമാണ്, 5000 mAh ബാറ്ററിയും 18 വാട്ട് ചാർജിങ്ങും ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പോക്കോ യെല്ലോ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. പോക്കോ യെല്ലോ, അതേപോലെ ഒരു ബ്ലൂ കളറും കൂടിയുണ്ട്, IC ബ്ലൂ എന്നാണ് ആ കളറിൻ്റെ പേര്. പിന്നെ പവർ ബ്ലാക്ക്, ഇങ്ങനെ 3 കളേഴ്സാണ് വരുന്നത്. വെയിറ്റ് അറൗണ്ട് 200 grams ആണ് വരുന്നത്. ഇത്രയാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. പോക്കോ M5 മെയ്ഡ് ഇൻ ഇന്ത്യ ഡിവൈസാണ്. ബോക്സ് തുറക്കാം. പോക്കോൻ്റെ ഒരു സ്മോൾ ബോക്സാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. അതേപോലെ മാനുവലാണ്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ കട്ടൗട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മൾ ക്യാമറയ്ക്കുള്ള കട്ടൗട്ടെല്ലാം കൊടുത്ത ഒരു റേസ്ഡ് ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് യൂസർ ഗൈഡാണ്. ഇതിനകത്ത് 3 സ്ലിം കാർഡ് സ്ലോട്ട്സ് കാണാവുന്നതാണ്. പിന്നെ സാർ വാല്യൂ 0.85 ആണ്, ബോഡി സാർ 0.674 ആണ് വരുന്നത്. അപ്പോൾ സാർ വാല്യൂ ഇൻട്രസ്റ്റ്. ഇതൊരു 4G ഡിവൈസാണ് കേട്ടോ, 5G അല്ല, 4G ഡിവൈസാണ്. പിന്നെ സിം ഇജക്റ്റ് പിന്നും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് പുറത്തേക്ക് എടുക്കാം. പോക്കോ യെല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. ഡിവൈസിലേക്ക് ഞാൻ 1 മിനിറ്റ് വരാം. ഇതിനകത്ത് പിന്നെ വരുന്നത് നമുക്ക് 22.5 അഡാപ്റ്ററാണ് വരുന്നത്. ഇത് 18 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, പക്ഷേ 22.5 വാട്ട് അഡാപ്റ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. ഇത് ഷോമിൻ്റെ 22.5 അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിവൈസ് പുറത്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. കാരണം ഇതിൻ്റെ സൈഡ് പാനലുണ്ട്, ഫ്ലാറ്റ് സൈഡ് പാനലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. ഇതൊരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷ് ആണ്. ആക്ച്വലി ഇത് പോളികാർബണേറ്റ് ആണ്, പക്ഷേ ലെതർ ഫിനിഷ് ആണ്. ടെക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലോസർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടില്ല, ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇതുണ്ടല്ലേ, ഒരു യെല്ലോ കളർ ടെക്സ്ചറാണ്. ഇവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ, വോളിയം റോക്കർ കീസ് കാണാം. താഴെ സ്പീക്കർ യൂണിറ്റ്, USB Type-C പോർട്ടുമാണ്. ഫ്രണ്ടിൽ ഒരു ക്യാമറ, 8 മെഗാപിക്സൽ ക്യാമറയാണ്. ഇവിടെ 50 മെഗാപിക്സൽ ക്യാമറയാണ്, ട്രിപ്പിൾ ക്യാമറയാണ്, 2 മെഗാപിക്സൽ മാക്രോ, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ്. പിന്നെ പോക്കോൻ്റെ ടിപ്പിക്കൽ ആ ബ്ലാക്ക് കളർ ലേഔട്ട് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. പോക്കോന്ന് ബ്രാൻഡിങ് ആണ്. നല്ലൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നി. ഇൻഹാൻഡ് ഫീൽ, പ്രത്യേകിച്ച് ബിൽഡ് ക്വാളിറ്റി വളരെ സ്റ്റേഡി ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇൻഫാക്ട് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതെന്ന് പറയാം. ഇത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഡിസ്പ്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 90 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇതൊരു IPS LCD പാനലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെറ്റിംഗ്സിലൊന്ന് പോകാം. എബൌട്ട് ഫോണ് MIUI 13.0.4 ഗ്ലോബൽ വേർഷനാണ്. ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. ഓൾ സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. ഇത് 6GB RAM + 2GB അഡീഷണൽ റാം ആണ് വരുന്നത്. ഇത് ഒക്ടോകോർ പ്രോസസ്സറാണ്. 2.2 GHz ഒക്ടോകോർ പ്രോസസ്സറാണ്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഓഗസ്റ്റ് ആണ് വരുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹീലിയോ G99 ആണ് ഇതിനകത്ത് പ്രോസസ്സർ. 6 നാനോമീറ്റർ ചിപ്പാണ്. ഒരു പുതിയ ചിപ്പാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. കാരണം ഇത് നല്ലൊരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ബജറ്റ് ഫോൺസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ചിപ്പ് സെറ്റാണെന്ന് പറയാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ പറയാം. കാരണം എത്രത്തോളം നല്ല പെർഫോമൻസ് ആണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ് UI. അപ്പോൾ നമുക്ക് റെഗുലർലി കാണുന്ന എല്ലാ എക്സ്പീരിയൻസും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. എബൌട്ട് ഫോണിൽ നമുക്ക് കാണാം. MIUIയിൽ കിട്ടുന്ന എല്ലാ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്ന അഡീഷണൽ സെറ്റിംഗ്സ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അതേപോലെ ഗെയിം കൺട്രോൾ, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ MIUI for Poco ആണ് വരുന്നത്. ഇതുണ്ടല്ലേ, MIUI for Poco ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി ബ്ലോട്ട്വെയർസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ബ്ലോട്ട്വെയർസ് ഡെഫിനറ്റ്ലി ഇൻസ്റ്റാൾഡ് ആണ്. ലിങ്ക്ഡിൻ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, സില്ലി ആപ്പ് ഉണ്ട്, സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, അങ്ങനത്തെ ആപ്സ് എല്ലാം തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് UI എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് പോക്കോ ലോഞ്ചറാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ ഡെഫിനറ്റ്ലി കിട്ടുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ കാര്യത്തിൽ എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. നല്ലൊരു UI ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്കിവിടെ IPS LCD പാനലാണ് വരുന്നത്. ഒരു 90 Hz റിഫ്രഷ് റേറ്റ് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് കണ്ടില്ല, 60 നമുക്ക് 90 ആക്കാം. ഇപ്പോൾ ഞാൻ 90 ആക്കിയിരിക്കുകയാണ്. കുറച്ചും കൂടെ സ്മൂത്തർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ഇൻഫാക്റ്റ് വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിലും കുഴപ്പമില്ല. ടച്ച് റെസ്പോൺസും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ AMOLED ഡിസ്പ്ലേ ഒന്നുമില്ല. 90 Hz IPS LCD പാനലാണ്. കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കൂടുതൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. എങ്കിലും ഇനീഷ്യൽ ഇംപ്രഷൻസിൽ എനിക്ക് സോളിഡ് ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയത്. ഇനി നമുക്കിതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 MP പ്രൈമറി ക്യാമറയും അതേപോലെ ഒരു 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് 1080p റെസൊല്യൂഷൻ, 30 FPS ആണ് മാക്സിമം വരുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ് മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, നൈറ്റ് മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോ, സ്ലോ മോഷൻ, പാൻഡ്രോമ, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ HDR ഓപ്ഷൻസും ഇൻക്ലൂഡ് ആണ്. ഒരു 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം പോക്കോ M5 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. വിശദമായി റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് പറയുമെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. 50 MP സെൻസറാണ്. സാംസങ്ങിൻ്റെ സെൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഐസോസെല്ല JN1 സെൻസറാണ്. f1.8 അപ്പേച്ചറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സെൽഫീസും കുഴപ്പമില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. ഇനി ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 18 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ 18 watt ചാർജിങ് പ്രോബ്ലി 1.5 മണിക്കൂറൊക്കെ എടുക്കുന്ന ചാർജിങ് തോന്നുന്നു. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 22.5 watt അഡാപ്റ്റർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M5ൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ. എനിക്ക് ഓവറോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഡിവൈസിൻ്റെ ഇൻഹാൻഡ് ഫീലും ഡിസൈനും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പിന്നെ ഡിസ്പ്ലേ പറയുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. ബഡ്ജറ്റ് ഡിവൈസ്, ലുക്ക് നല്ല ഒരു ലുക്കാണ്. ഡെഫിനറ്റ്ലി പറയാവുന്ന ഒരു ആസ്പെക്റ്റാണ് ലുക്സ്. അതേപോലെ പ്രൈസിങ്ങും എനിക്ക് തോന്നുന്നു വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഈ ഡിവൈസ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് അറിയില്ല. എങ്കിലും എനിക്ക് എൻ്റെ ഒരു ഗസ് ശരിയാണെങ്കിൽ നല്ല കോമ്പറ്റീറ്റീവ് പ്രൈസ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M5ൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.